സഹോദരന്മാരെ, ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അണികളോട്, നേതാക്കന്മാരോടല്ല, അവരുടെ നിയമങ്ങൾ ഉണ്ടാക്കി അവർ തന്നെ ഓരോന്ന് എഴുതിയെടുക്കുക. അണികളോട് എനിക്കൊരു കൊടിയ വഞ്ചനയുടെ കഥ എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ ഇലക്ഷനിൽ 2500 രൂപ ഇവിടെയുള്ള ക്ഷേമ പെൻഷൻ ഇവിടെയുള്ള നമ്മളെ വീട്ടിലുണ്ടാവും, അങ്ങനത്തെ ആളുകൾ നമ്മളെ നാട്ടിലുണ്ടാവും, നമ്മളെ കുടുംബത്തിലുണ്ടാകും. ഈ വിധവകൾ, വികലാംഗർ, 60 വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ട ആളുകൾ, ഇവർക്ക് 2500 രൂപ നിങ്ങൾക്ക് പെൻഷൻ തന്നോളാന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഇവർ വോട്ട് തേടി ജയിച്ചിട്ടുള്ളത്. ഇവർ ചെയ്യുന്നൊരു പണി എന്താണെന്ന് അറിയോ? ഇവിടെ 2 തരം നീതിനെ വെറുതെ പറയില്ല. ഇവർ മന്ത്രിമാർക്കും രാജാക്കന്മാർക്കും എം എൽ എമാർക്കും ഇങ്ങനെയുള്ള ആളുകൾക്ക് മുഴുവൻ ഖജനാവിന്ന് ശമ്പളം എടുത്തിട്ടും കിമ്പളം എടുത്തിട്ടും എല്ലാ ആനുകൂല്യം ഇരട്ടിക്ക് പെൻഷൻ എല്ലാ 5 കൊല്ലവും ഒരു വാഗ്ദാനവും ഇവർ ചെയ്യാതെ പാലിക്കാതെ ഇവർ തന്നെ ശമ്പളവും പെൻഷനും ഫോണിന് വരെ 11000 റുപ്യാണ് ഒരു മാസം എഴുതിയെടുക്കുന്നത്. അതായത് പരസ്യമായ കക്കൽ 10500 റുപ്യ ഒരു മാസം കക്കുണ്ട് ഫോണിന് വരെ അലവൻസ്. മറ്റുള്ള സംഭവങ്ങൾ ഓരോന്ന് വിശദീകരിക്കാനുള്ള ഇതില്ല. അപ്പോൾ നിങ്ങൾ മത്സ്യത്തൊഴിലാളികൾ, കർഷകർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഇവിടെയുള്ള സാധാരണക്കാർ, അസംഘടിതം, നിങ്ങൾ സംഘടിതരല്ല. ഇവർ സ്റ്റേജിന്മേലൊക്കെ നിന്ന് ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് മുതലക്കണ്ണീർ ഒഴുക്കൽ. പക്ഷേ നിങ്ങൾ സംഘടിതരല്ല. നിങ്ങൾ സംഘടിതരായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇന്ന് 2500 രൂപ പെൻഷൻ കിട്ടണമായിരുന്നു. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സംഘടിതരല്ല. നിങ്ങളുടെ മുഖത്ത് ഇവർ കാർക്കിച്ച് തുപ്പുകയാണ്. ഇപ്പോൾ ഈ അടുത്ത ഇലക്ഷന് ഈ വാഗ്ദാനം പാലിക്കാതെ ഇവർ അടുത്ത ഇലക്ഷനെ നേരിടാൻ പോവുക. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെയുള്ള സാധാരണക്കാരെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുക. നേതാക്കന്മാരും മന്ത്രിമാരും കുന്ത്രിമാരും, അതായത് പേഴ്സണൽ സ്റ്റാഫുകളും ഇവരൊക്കെ അവർക്ക് വേണ്ടിയിട്ടാണ് ശബ്ദിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുക. അവർ തന്ത്രപരമായിട്ട് നിങ്ങളെ ആടിനെ മേയ്ക്കണ മേലെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ തിരിച്ചറിയുക. ഇവിടെ ജനാധിപത്യം എന്ന് പറഞ്ഞത് ഒരു വിഭാഗം ജനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള സാധാരണക്കാർ മുഴുവൻ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും അത് അനുഭവിക്കാൻ യോഗമില്ലാത്ത ഒരു ജനതയായിട്ട് ജീവിക്കേണ്ട അവസ്ഥ വരുന്നത് നമ്മൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രതികരിക്കുക. നന്ദി, നമസ്കാരം.